മുതലമടയിലെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഭരണവും പ്രതിസന്ധിയിലാവുന്നതായി ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തി. മുതലമട പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റിയും ദീർഘനാളുകൾ ലീവെടുപ്പിച്ചും ജനക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ടുകൾ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന പഞ്ചായത്തിലെ വികസന വിരോധികൾക്കെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവിയും വൈസ് പ്രസിഡന്റ് എം താജുദ്ദീനും അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം നടത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനവും ആദിവാസി കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനവും നൽകുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ഞങ്ങളുടെ പ്രശ്നം വീട്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് VSRനെ കണ്ടപ്പോൾ VSR വന്ന് 10 ദിവസം കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് അമ്മയും മകളിനെയും കൂടെ പറഞ്ഞയച്ചു വിട്ടു. ഇതേ 10 ദിവസം എപ്പോൾ വന്നാലും ഈ 10 ദിവസം തന്നെ ഇങ്ങനെ വരുമ്പോഴെല്ലാം പറഞ്ഞ് അയച്ചു വിടുന്നത്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സാറിരിക്കുന്ന സമയം വരുമ്പോൾ സാറ് പറയും ഇല്ല നിങ്ങൾ 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ സാറില്ലാത്ത സമയത്തിൽ വരുമ്പോൾ ആരും പറയില്ല ഇവിടെ സാറൊന്നും ഇല്ല ഇങ്ങനെയൊന്നും പറയില്ല. ഇപ്പോൾ സാറിനെ കണ്ട് കുറേ ആയി ഞങ്ങൾ. ഇതേപോലെ വീട്ടിന് പഠനമുറിയുടെ കാര്യം പറയുമ്പോഴും ആ സാറ് പറഞ്ഞായിരുന്നു ഞങ്ങൾ 25,000 രൂപ തരാം, ബാക്കി 25,000 രൂപ തരാൻ പറ്റില്ല പറഞ്ഞിട്ട് പഠനമുറി കാര്യത്തിൽ ഇതേ തന്നെ പറയുന്നുണ്ടായിരുന്നു. മാപ്പ് അടക്കുമ്പോൾ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തപ്പോൾ സാറ് 10 ദിവസം കഴിഞ്ഞ് വരും എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് ഏത് സമയം പൊട്ടി താഴെ പോകുമെന്നറിയില്ല. ആകെ ഞങ്ങളെല്ലാവരും പോയി മരണപ്പെട്ട് പറഞ്ഞ് ഈ സാറാണ് ഉത്തരവാദം. ട്രൈബൽ ഓഫീസ് ഉത്തരവില്ലാതെ മാറി പ്രവർത്തനം തുടങ്ങിയത് പറമ്പിക്കുളം നിവാസികൾക്ക് ദുരിതമായി. ഭരണസമിതി മിനിറ്റ്സ് സെക്രട്ടറി യഥാസമയം പൂർത്തീകരിക്കുന്നില്ല. ചില ഉദ്യോഗസ്ഥ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവിയും വൈസ് പ്രസിഡന്റ് എം താജുദ്ദീനും പറഞ്ഞു. ആദിവാസി മേഖലയ്ക്ക് ഒതുക്കിയ ഒരു ഫണ്ടും 1 രൂപ വരെ ഇതുവരെ ചെലവാക്കിയിട്ടില്ല. മാരേജ് ധനസഹായത്തിൽ 30 ലക്ഷം ഭരണസമിതി വകയിരുത്തി കൊടുത്തിട്ടുണ്ട്. മാർച്ചിലെ ഏപ്രിലിലെ അപ്രൂവലായ പദ്ധതിയാണത്. അതുപോലെ തന്നെ പഠനമുറി, വാട്ടർ ടാങ്ക്, വയസ്സായവർക്കുള്ള കട്ടിൽ പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമായി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളോടൊപ്പം ഞങ്ങൾ വെളിയെ ഇറങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല പുളംപാലം എന്ന് പറയുന്നത് 2018 തകർന്ന ഒരു പാലമാണ്. അത് കുട്ടികൾ 2-3 വാർഡുകളിൽ വരുന്ന കുട്ടികൾ വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വരുമ്പോൾ മൊത്തം ഡ്രസ്സും ബാഗും ബുക്കൊക്കെ നനഞ്ഞുകൊണ്ട് വരുന്ന ഒരു പദ്ധതിക്ക് പോയ കൊല്ലമും 68 ലക്ഷം വകയിരുത്തി ഭരണസമിതി, ഈ കൊല്ലമും 58 ലക്ഷം വകയിരുത്തി. പക്ഷെ നാളിതുവരെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. ഒരു ചലാൻ 100 രൂപ ചലാൻ അടിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരില്ല. സാധാരണപ്പെട്ട തൊഴിലുറപ്പ് 4500ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല അവർ തൊഴിലിൻ്റെ വേതനം കൊടുക്കാൻ പോലും പഞ്ചായത്തിന് കഴിയുന്നില്ല. ഈ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരില്ലാത്തൊരവസ്ഥയാണ്. ഉള്ള ഉദ്യോഗസ്ഥർ വളരെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തു വരുന്നത്. കാരണം ഇത് ഭരണകൂടം അറിയണം. കാരണം DDയും JDയും പ്രിൻസിപ്പൽ ഡയറക്ടറെയും പലതവണ ഞങ്ങൾ നേരിട്ട് ഇടപെടുകയും അവരുടെ ഓഫീസുകൾ എന്താ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞ കയറി ഇറങ്ങി ക്ഷീണിച്ചതിൻ്റെ മൂലമാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത്തരം നടപടി ജനാധിപത്യത്തെ തകർക്കലാണ്. കക്ഷി രാഷ്ട്രീയം ഏത് തന്നെ ആയാലും ശരി കുഴപ്പമില്ല. ജനങ്ങളുടെ സേവനം 40,000-ഓളം ജനങ്ങളുടെ ജീവനോപാധിയിൽ കയറി ഇത്തരം ഭരണസ്തംഭനമുണ്ടാക്കുന്നവർക്കെതിരെ തക്കതായ കർശന നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്തിന് ഉള്ള ഈ ഫണ്ടുകൾ അടിയന്തരമായി സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ സുഗമമായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താത്ത പക്ഷം ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. എത്ര കാലം വേണ്ടി വന്നാലും ശരി ഈ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ഉറച്ച നിലപാടുമായിട്ടാണ് മറ്റ് സമര രീതികൾ തിരഞ്ഞെടുക്കാതെ ജനാധിപത്യമായി ഗാന്ധിയൻ മാർഗത്തിൽ ഞങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞു. ഞങ്ങളുടെ ഭരണസമിതിയും ഭരണവും ഞങ്ങൾ നല്ല നിലയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ആ നിലയിൽ വലിയ സമരങ്ങളാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ആരെയും കുറച്ചോ ആരെയും മോശപ്പെടുത്താനോ അല്ല. UTV ന്യൂസ്, പാലക്കാട്.